കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പിടാൻ കീറിയ റോഡുകൾ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച നഗരസഭാ ചെയർമാനും കൌൺസിലർമാരും ചേർന്ന് പ്രവൃത്തി തടഞ്ഞു. ഇരിട്ടി നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലെത്തിയ കൌൺസിലർമാരാണ് പ്രവൃത്തി തടഞ്ഞത്. ഇരിട്ടി നഗരസഭയിലെ മിക്കയിടങ്ങളിലും കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിന് റോഡ് വെട്ടിപ്പൊളിച്ചതിനാൽ മഴ പെയ്തതോടെ റോഡ് ചെളിക്കുളമായിരിക്കുകയാണ്. കാൽനടയാത്ര പോലും സാധ്യമല്ലാതെ വന്നതിനാൽ ജനങ്ങൾ ദുരിതത്തിലാണ്. പൈപ്പിടാൻ കയറിയ റോഡ് മെയ് 15-നുള്ളിൽ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതരും ജനപ്രതിനിധികളും ചേർന്ന് നടത്തിയ യോഗത്തിൽ തീരുമാനമായിരുന്നു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡ് ഗതാഗതയോഗ്യമാക്കാതെ ഇട്ടതോടെയാണ് പൈപ്പിടുന്ന പ്രവൃത്തി തടഞ്ഞത്. ഒരു വർഷം മുൻപ് തന്നെ നഗരസഭയിലെ വിവിധ ഭാഗങ്ങളിൽ റോഡ് കീറി പൈപ്പിട്ടിരുന്നു. റോഡ് ചെളിക്കുളമായതിനാൽ ജനങ്ങളിൽ പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. പൊളിച്ചിട്ട റോഡ് കോൺക്രീറ്റ് ചെയ്യണമെന്നും മഴക്കാലം ആരംഭിക്കുന്നതിനാൽ റോഡ് കൂടുതൽ ചെളിക്കുളമാകുമെന്നും പറഞ്ഞാണ് പൈപ്പിടൽ പ്രവൃത്തി തടഞ്ഞത്. പൊളിച്ചിട്ട റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാത്തതിനാൽ റീടാറിംഗ് നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്ന് നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ പറയുന്നു. നഗരസഭയിലെ കുടിവെള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി നിരവധി റോഡുകൾ നേരത്തെ തന്നെ കീറി. ഒരു വർഷത്തിലധികമായിട്ട് കീറിയിട്ടുള്ള റോഡുകൾ ഉൾപ്പെടെ അവരെ പൂർവ്വസ്ഥിതിയിലാക്കിയിട്ടില്ല, റീസ്റ്റോർ ചെയ്തിട്ടില്ല. ഇപ്പോഴും പല ഭാഗത്തും റോഡ് മഴ പെയ്തതിന് ശേഷം ചളിയായിട്ട് കാൽനട യാത്ര പോലും പോകാൻ സാധിക്കാത്ത നിലയിലേക്ക് വരും. നിരവധി തവണ വാട്ടർ അതോറിറ്റിയുടെ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ ഇരിട്ടി നഗരസഭയിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ നഗരസഭാ ഓഫീസിൽ വെച്ച് മീറ്റിംഗ് ചേർന്നുകൊണ്ട് തീരുമാനമെടുത്താൻ കഴിയും. അവസാനത്തെ തീരുമാനപ്രകാരം മെയ് മാസം 15-ാം തീയതി കൊണ്ട് തന്നെ ഇരിട്ടി നഗരസഭയിലെ പൈപ്പ് ലൈന് വേണ്ടിയിട്ട് കുഴിയെടുത്തിട്ടുള്ള എല്ലാ റോഡുകളും കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കും എന്ന് ഉറപ്പു നൽകിയാണ്. ഇതുവരെയായിട്ടും ഒരു റോഡ് പോലും അവർ കോൺക്രീറ്റ് ചെയ്ത് ഗതാഗത യോഗ്യമാക്കാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ നടത്തി. വൈസ് ചെയർപേഴ്സൺ കെ സോയ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആർ കെ ഷൈജു, കൌൺസിലർമാരായ കെ പി അജേഷ്, വി രാജീവൻ, ടി എച്ച് മുഹമ്മദ് റാഫി, ഇ സന്ദീപ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.